ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് തിരുവോണ ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ എല്ലാ മലയാളികളും ആഘോഷിക്കും പോലെ തന്നെ ഞങ്ങളും തിരുവോണത്തിൻ്റെ അന്ന് എനിക്ക് ചെറിയൊരു പണി കിട്ടിയൊരു ദിവസം കൂടെയാണ് ഇന്ന്. കാരണം ഇന്ന് ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര ആശിച്ചിരുന്നതാണ്. പക്ഷെ നടന്നില്ല കേട്ടോ. ഇന്നലെ ആയപ്പോഴത്തേക്കും രാത്രി എനിക്ക് പണി കിട്ടി, അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ രാത്രി ആയപ്പോഴേ ഞാൻ നല്ല ഡെസ്പായി. പിന്നെ മോള് ഒത്തിരി ആഗ്രഹിച്ചിരുന്നത് അമ്പലത്തിലൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഇരുന്നതാണ്. പിന്നെ അവൾ വിചാരിച്ചല്ലേന്ന് വിചാരിച്ചിട്ട് അവളും അവളുടെ അച്ഛനും കൂടെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു വന്നു. രാവിലെ കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ ഉച്ചയ്ക്ക് സദ്യ ഉണ്ടായിരുന്നു. രാവിലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ ഒത്തിരി തിരക്കായിരുന്നു. കാരണം ഇവിടെ ഞാനും മോളും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. അപ്പം ഒരുപാട് ജോലി ഉണ്ടായിരുന്നു, ഞാൻ തന്നെ ചെയ്യേണ്ടത്. അപ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ വ്ളോഗും കാര്യങ്ങളും ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഫോൺ എടുത്തുകൊണ്ട് എന്തൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ട്, അതെല്ലാം കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നതായിരിക്കും. പിന്നെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും എന്താണ്ട് എൻ്റെ അമ്മയുടെ വീട്ടിൽ, അതായത് അവളുടെ അമ്മൂമ്മയുടെ വീട്ടിൽ പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നിൽക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ കുഞ്ഞിയുടെ വിശേഷങ്ങൾ കുറച്ചൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ കാണിച്ചു തരാം കുഞ്ഞിയെ. പുള്ളിക്കാരെ ഇന്ന് നല്ലതുപോലെ സദ്യയൊക്കെ ഉണ്ടു. മഞ്ഞക്കൊടിയൊക്കെ ഞങ്ങൾ ഓണക്കോടിയൊക്കെ കുടിപ്പിച്ചു, സദ്യ ഉണ്ടു ഒക്കെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇപ്പോഴാണ് ഇത്തിരി ആക്റ്റീവായത്. ഇത്ര സമയം ഒരു മന്ദതയായിരുന്നു. ഓണമായിട്ട് പിന്നെ കറക്കവും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അമ്മയുടെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരികയാണ്, അത്ര തന്നെയാണ്. പിന്നെ നാളെ എവിടെയെങ്കിലും പോവാമെന്നൊക്കെ ഉള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ ഇന്ന് കൊട്ടിക്കലാശില്ല ഇവിടെ ഞങ്ങളൊരു പ്രത്യേകതയുണ്ട്, അതും കൂടെ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിൽ കള്ളന്മാർക്ക് ഒന്നും വേണമെങ്കിൽ എന്ത് വേണോ മോഷ്ടിച്ചുകൊണ്ട് പോവാം. പിന്നെ അതേപോലെ തന്നെ വീട്ടിനകത്ത് ആര് വന്നിരുന്നാലും എൻ്റെ കുഞ്ഞിക്ക് ഭയങ്കര സ്നേഹമാണ്. കുഞ്ഞിന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആളെ പിടികിട്ടിയോ. ഇതാണ് കുഞ്ഞി, നിൽക്കുന്നുണ്ടോ. ഇത് രാവിലെ തന്നെ കൊച്ചിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഒന്നിനും സമ്മതിച്ചിട്ടില്ല. ആ എല്ലാ ഫോട്ടോയുടെ ബാക്കിലും വീഡിയോയുടെ പുറകിലും വന്ന് നിൽപ്പുണ്ടായിരുന്നു. അത് തന്നെ ഞാൻ ഒത്തിരി പാടുപെട്ടാണ് ചെയ്തത്. കുഞ്ഞിക്കാണെങ്കിൽ വീടിൻ്റെ അകത്ത് വേറെ ആർക്ക് വേണോ വരാം, അവരുടെ അടുത്തൊക്കെ കുഞ്ഞിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കുരയ്ക്കാനോ കടിക്കാനോ അങ്ങനെ ഒന്നും പോകത്തില്ല കുഞ്ഞിക്ക് മെയിനായിട്ട് ഈ ആകാശം നോക്കിയാണ് നടക്കണത്. ഈ നിറം സിനിമയിലെ ജോമോളാണ് ഞങ്ങളെ വീട്ടിലെ കുഞ്ഞിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നടന്നുകൊണ്ടിരിക്കും, അവിടെ തട്ടിയും തടഞ്ഞൊക്കെയാണ് വീഴുന്നത്. കാരണം നിലത്ത് നോക്കിയല്ല പുള്ളിക്കാരി നടക്കണത്, ആകാശം നോക്കിയാണ് നടക്കുന്നത്. കാരണം ഈ മതിലിൽ കാക്ക ഇരിപ്പുണ്ടോ, പൂച്ച ഇരിപ്പുണ്ടോ, അല്ലെങ്കിൽ ഒരു ചിത്രശലഭം നടക്കുന്നുണ്ടോ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കുന്നതാണ് മെയിൻ പരിപാടി. ഞങ്ങളെ വീടിൻ്റെ ആകാശത്തിൻ്റെ മേളയിൽ കൂടെ കാക്ക പറന്നാലും മതി, കുഞ്ഞ് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തുള്ള പട്ടികൾ കുരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ഒരു മൂടുണ്ടെങ്കിൽ ചിലപ്പോൾ കുരയ്ക്കും, അല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, കുരയും ബഹളവും ഒന്നുമില്ല. ഞാൻ വീഡിയോ എടുക്കണമുണ്ടും ഇവിടെ കുഞ്ഞിനി അമ്മ എൻ്റെ സൈക്കിൾ എടുക്കണ വീഡിയോ ഒന്ന് കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമാണ്. ഞാൻ കാണിച്ചു തരാം വേഗം, അവളുടെ ഒരു സന്തോഷത്തിനായിട്ടാണ്. ഇവിടെ ആണെങ്കിലും വലിയ സ്പേസ് ഒന്നുമില്ല സൈക്കിൾ ഓടിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് മുറ്റം ഇച്ചിരിയേ ഉള്ളൂ, അത് ഇച്ചിരി നീളത്തിനാണുള്ളത്. അപ്പോൾ അവൾക്ക് വണ്ടി വളയ്ക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പാവില്ല എന്നാണല്ലോ. പിന്നെ അവൾ ഉച്ചയ്ക്ക് ഞാൻ അറിയാതെയൊക്കെ കുറേ ഫോൺ എടുത്തുകൊണ്ട് വന്ന് അവളെ ഹലോ ഗെയ്സ് പറയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കുറേ വീഡിയോയൊക്കെ ഇതിലെടുത്തിട്ടുണ്ട്. ഞാൻ അതൊക്കെ കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം, നിങ്ങളൊന്ന് കയറി കണ്ടു നോക്ക്. എനിക്കതൊക്കെ കണ്ടിട്ടൊരു ചിരിയാണ് വന്നത്. ഇനി അതെങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളത് എനിക്കറിയാത്ത, കണ്ടു നോക്കൂ. അപ്പം ഞാനിന്ന് അത്തപ്പൂവൊക്കെ ഇട്ടിട്ടുണ്ട്, ഞാൻ അത്തപ്പൂവ് കാണിക്കാം. അപ്പോഴാണ് ഞാൻ കാര്യം പറയും. ഞാൻ ഉള്ളാത്ത ഉണ്ടാക്കി പൂവൊക്കെ എടുത്താണ് അത്തപ്പൂവ് ഇട്ടേക്കുന്നത്. ഇതാണ് എൻ്റെ അത്തപ്പൂവ്. കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെ മറക്കണം. ഇനി ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചോറുണ്ണാൻ പോകും. ഉച്ചയായിട്ടില്ല, 10 മണിയായിട്ടേ ഉള്ളൂ. എന്നാൽ ശരി, ഓക്കെ, ബൈ ഗൈസ്. അപ്പം ഞാനാണെങ്കിൽ ഇന്ന് കോവിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കോവിലും പോയി. പിന്നെ അമ്പലമാണെങ്കിൽ ഞാൻ നല്ല പട്ടുപ്പാവടയൊക്കെ കൊടുത്ത് അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്താണ് എനിക്ക് തീരെ ലൈക്ക് ചെയ്യാതെ, കുറച്ച് പേരൊക്കെ എനിക്ക് ലൈക്ക് തന്നിട്ടുള്ളൂ. നല്ലതുപോലെ ലൈക്കും ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണേ. പിന്നെ ഞാനൊരു കാര്യം പറയാം. എൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞൊരു ചെടി വളർന്നിട്ടുണ്ട്, അതിന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹലോ ഗൈസ്. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങൾക്കൊക്കെ പട്ടുപാടൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആരും എനിക്ക് തീരെ കമൻ്റ് ഒന്നും അയക്കില്ല. ആകെപ്പാടെ
ഒന്നോ രണ്ടോ പേരെ കമൻ്റ് അയക്കണുള്ളൂ. ലൈക്ക് മാത്രം ചെയ്തിട്ട് പോവല്ലേ, കമൻ്റൊക്കെ ഒന്ന് അയക്കണം കേട്ടോ. ശങ്കരി ശങ്കരനും കൂളിവനമകത്ത് സംഗമ സംഭവനേ വിഷ്ണുമായ സ്വാമി. ശങ്കരി ശങ്കരനും കൂളിവനമകത്ത് സംഗമ സംഭവനേ വിഷ്ണുമായ സ്വാമി. പേരിങ്ങോട്ടുകര ദേവസ്ഥാനം വാഴുന്നോരുണ്ണി വിഷ്ണുമായേ കുഞ്ചനെൽമണി കുത്തിപ്പൊടിച്ച് നല്ല തവിടാക്കി പലവിധം നേദ്യമാക്കി ഉരുളിയിൽ ഉണ്ണിയപ്പമോടെ നാക്കിലയിൽ അവിൽ മലർ കൂട്ടി തൃപ്പടിച്ചാര വെച്ച് വെള്ളിക്കിണ്ണത്തിൽ വെള്ളരി കോരി നിറച്ചുടൻ മോദമോടെ കൊണ്ടളിക പൊടിയും തുടച്ചു മറച്ചുടൻ ആദരവായി ഉണ്ണിമായക്ക് ഊഴിയിലാഴിയിലായിരം നാമങ്ങൾ കണ്ണിൽ മുന്നിൽ കലശ കുടങ്ങളിൽ പുണ്യ തീർത്ഥമല്ലേ. പൊന്നുൻ്റെ വിശേഷം മാത്രം അറിഞ്ഞാൽ പോരല്ലോ, കുഞ്ഞിയുടെ വിശേഷം കൂടെ അറിയണ്ടേ. ഞങ്ങൾ കഴിച്ചതുപോലെ തന്നെ കുഞ്ഞി ഓണസദ്യയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കുഞ്ഞി ഓണക്കോടിയൊക്കെ കൊടുത്ത് ചോറ് കഴിക്കുന്ന വീഡിയോസൊക്കെ ഞാനൊന്ന് ഇട്ടത്. നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെയുള്ള പട്ടിക്കുട്ടികൾക്കൊക്കെ ഇന്ന് ഓണസദ്യയൊക്കെ ചൂടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.